വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള 10 ഹെയർ ഗ്രോ ടിപ്സ് ആണ് കേട്ടോ. പലർക്കും മുടിയുടെ പ്രശ്നങ്ങൾ പലതരാണ്. ചിലർക്ക് മുടി കൊഴിച്ചിൽ, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോവുക, മുടിക്ക് ഉള്ളു കുറവാണ് അല്ലെങ്കിൽ മുടിയുടെ ലെങ്ത് കുറവാന്നൊക്കെ. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ള 10 ഹെയർ ഗ്രോ ടിപ്സ് ആണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ഹെയർ ഗ്രോ ടിപ്സിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. നമ്മുടെ തല ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര സമയം ഇല്ലെങ്കിലും ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടാനും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും. നമ്മുടെ തല മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കാലത്തും ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടായാലും കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ തലയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ മസാജ് ചെയ്യാന്നുള്ളത് നോക്കാം. എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് കുതിർന്നിരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കൂടുതൽ മുടി കൊഴിച്ചിലിനുള്ള സാധ്യതയായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുടി ഇതേപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടും. എടുക്കുന്നതിന് മുൻപായിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ഒന്നാമത്തെ ടിപ്പ് അതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക. ഒരു ദിവസം നിങ്ങൾ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് അടിച്ചിട്ടോ അങ്ങനെ വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. വെള്ളം നമ്മൾ എത്രത്തോളം കുടിക്കുന്ന അത് നമ്മുടെ മുടി വളർച്ചയ്ക്കായാലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പൊ നിങ്ങൾ മറക്കാതെ ഒരു ദിവസത്തിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ച് നമുക്ക് വെള്ളത്തിന്റെ അളവും കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ ദാഹമൊക്കെ വളരെ കുറവായിരിക്കും. എന്നാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒറ്റയടിക്ക് കുടിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ കുറേശ്ശെ ആയിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് ഹെയർ പാക്ക്. നമ്മൾ നമ്മുടെ മുടിയുടെ പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള ഹെയർ പാക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ മുടിക്കുള്ളത്. ചിലർക്ക് ധാരാളമായിട്ട് മുടി കൊഴിച്ചിലായിരിക്കും, ചിലർക്കാണെങ്കിൽ താരന്റെ പ്രശ്നമായിരിക്കും, ഇനി മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻസ്, ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ യൂട്യൂബിലും പലതരം വീഡിയോസ് ഹെയർ കെയറിന്റെ കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതെ നിങ്ങളുടെ മുടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തലയോട്ടിയുടെ പ്രശ്നം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പാക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അതാണ് ഓയിലിംഗ്. പലരുടെ ഒരു വിചാരമുണ്ട്, നമ്മൾ ദിവസം ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പനങ്കൊല പോലെ വളരും, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ഉള്ളോട് കൂടി വളരുന്നൊക്കെ. അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ്. ആഴ്ചയിൽ നമ്മൾ 2 തവണ മാത്രം എണ്ണ തേച്ച് കൊടുത്താൽ മതി. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാച്ചെണ്ണ ആയാലോ അത് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ബദാം ഓയിലോ നമുക്ക് ഏത് എണ്ണയാണോ നിങ്ങളുടെ തലയോട്ടിക്ക് അല്ലെങ്കിൽ തലയ്ക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് അതിനനുസരിച്ച് എണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഡെയിലി നമ്മൾ ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് താരൻ അതേപോലെ തന്നെ ചൊറിച്ചലിന്റെ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ എണ്ണ തേക്കുന്ന ദിവസങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1 തവണ നന്നായിട്ട് ഡീപ്പായിട്ട് ഓയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളിയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഷാമ്പൂസ് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കാണിച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. 5ാമത്തെ ടിപ്പ് എന്ന് പറയാൻ നമ്മൾ ഫുഡ് കഴിക്കുക. നമ്മൾ കുറെ പാക്കോ അല്ലെങ്കിൽ ഓയിലോ ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരണോ അല്ലെങ്കിൽ നന്നായിട്ട് തിക്കോടും ഉള്ളോടും കൂടി നീളത്തോടും കൂടി വളരണം എന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക. അതിൽ കൂടുതലായിട്ടും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പാല്, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഇതിനായിട്ട് നിങ്ങൾ പുറമേ നിന്ന് വേറെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ സീസൺ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
ചില സമയത്ത് നമുക്ക് ധാരാളമായിട്ട് മാങ്ങ, ചക്ക, അതേപോലെ തന്നെ പേരയ്ക്ക, ചാമ്പയ്ക്ക ഇതൊക്കെ നമുക്ക് നമ്മുടെ പരിസരത്ത് തന്നെ കിട്ടാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി വെജിറ്റബിൾസ് ആയാലും നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികളിൽ നമുക്ക് വേണമെങ്കിൽ തക്കാളി കഴിക്കാം, അതല്ല ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കുക്കുംബർ ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള, അപ്പൊ അതിനനുസരിച്ചിട്ട് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇനി മുട്ടയായാലും നിങ്ങൾക്ക് ഡെയിലി കഴിക്കണമെങ്കിൽ ഡെയിലി കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളും കഴിക്കാവുന്നതാണ്. ഇനി പാലും തൈരായാലും നമുക്ക് ഡെയിലി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പുറമേ മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മുടെ മുടി വളർച്ച കൂടില്ല. അതിനനുസരിച്ച് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയും വേണം. ഇനി നമ്മുടെ ഹെയർ ഗ്രോ ടിപ്പിലെ 6ാമത്തെ ടിപ്പാണ് നമ്മൾ മുടി വെട്ടിക്കൊടുക്കാന്നുള്ളത്. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുടി ഒന്ന് വെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് കൂടുതലായിട്ട് നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. കുറെ അധികം വെട്ടണമെന്നൊന്നുമില്ല, ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചെങ്കിലും ഒന്ന് വെട്ടി നോക്കാട്ടോ. അത് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും. സ്പ്ലിറ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എളുപ്പത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. വന്ന സ്പ്ലിറ്റൻസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് മുടി മുറിച്ചാൽ തന്നെ മാറി കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറെ പാക്കോ അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലോ ഒക്കെ തേച്ചുകൊണ്ട് നമുക്ക് എന്തായാലും മാറി കിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ വരാതിരിക്കാനായിട്ട് നമുക്ക് കുറെ പാക്കുകൾ ഉണ്ടോന്നെങ്കിൽ അലോവേര അതേപോലെ തന്നെ ചെമ്പരത്തിയും കൂടിയുള്ള പാക്ക് നല്ലതാണ്. തേങ്ങാപ്പാല് അലോവേരയും കൂടിയിട്ട് അത് നല്ലൊരു പാക്കാണ് കേട്ടോ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനായിട്ട്. പിന്നെ ഉള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അലോവേരയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ചു കൊടുക്കണേ. അതും നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടിയൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള ടിപ്പില് അടുത്ത ടിപ്പാണ് നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. മുടി ചീന്താൻ ഉപയോഗിക്കുന്ന ചീപ്പ്, അത് എപ്പോഴും നല്ല പല്ലകലുള്ള ചീർപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. സാധാരണ പല്ല് അടുപ്പുള്ള ചീർപ്പ് ഉപയോഗിക്കുകയാണ് അത് കൂടുതലും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതിനും മുടി വേരോടെ പിഴുതു പോരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചീർപ്പ് എപ്പോഴും ഒരാഴ്ച കൂടുമ്പോഴേലും ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം. മുടിയുടെ ജട കളയാനായിട്ട് ഇതേപോലെ നല്ല പല്ലകലുള്ള ചീർപ്പ് എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ചീർപ്പ്, തോർത്ത്, ബണ്ണ് അതേപോലെ തന്നെ തലോണ കവറൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഹെയർ ഗ്രോ ടിപ്പിലെ അടുത്ത ടിപ്പാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽസ്. കഴിവതും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ മുടി അഴിച്ചിടാതെ അതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് മുടി കെട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ദൂരേക്കൊക്കെ പോണ സമയമാണ്, അതേപോലെ തന്നെ കുറെ അധികം സമയം നമ്മൾ പുറത്ത് ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും മെടഞ്ഞിടുക അല്ലെങ്കിൽ നമുക്ക് ബൺ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിവെക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഹീറ്റിംഗ് ടൂൾസ് അതേപോലെ തന്നെ ഡ്രയർ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കണം. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാറ്റും അതേപോലെ തന്നെ ചൂടും തട്ടിയിട്ട് ഉണങ്ങുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. എന്നും നമ്മൾ ഇതേപോലെ ഹീറ്റിംഗ് ടൂൾസ് അതേപോലെ തന്നെ ഡ്രയർ ഒക്കെ നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും നമ്മുടെ മുടിക്ക് ഡാമേജ് ആവുകയേ ചെയ്യുള്ളൂ. നമുക്ക് കുറെ അധികം സ്പ്ലിറ്റൻസ് വരാനും മുടി പൊട്ടിപ്പോകാനും നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡോട്ട്സ് നമ്മുടെ മുടിയിലൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി ഉണക്കാനും അതേപോലെ തന്നെ കെട്ടിവെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പാണ് നമ്മുടെ ഹെയർ വാഷിംഗ്. നിങ്ങൾ എന്നും നമ്മുടെ മുടി കഴുകേണ്ട ആവശ്യമില്ല. നമ്മുടെ പഠനത്തിലൊക്കെ പറയുന്നത് ആഴ്ചയിൽ 2 തവണ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഹെയറിന്റെ സ്കാൽപ്പിന്റെ ടെക്സ്ചർ അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ മുടി കഴുകാനായിട്ട് ശ്രമിക്കുക. ദിവസം നമ്മൾ മുടി കഴുകും തോറും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ അളവ് കുറയുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ 2 തവണ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചറിന് അനുസരിച്ചിട്ട് മുടി കഴുകാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ചൂടുവെള്ളത്തിൽ മുടി കഴുകാനായിട്ട് പാടില്ല. എപ്പോഴും നോർമൽ ആയിട്ടുള്ള വാട്ടറിൽ മാത്രം കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഹെയർ ഗ്രോ ടിപ്പിലെ ലാസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷാമ്പു ആണ്. ഷാമ്പു നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആഴ്ചയിൽ 1 തവണ മാത്രം ഉപയോഗിക്കാം. അതും ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രം ഏതൊരു ഷാമ്പു നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളിയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഷാമ്പൂസ് നമ്മൾ ഈ ഒരു ചാനൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള താളിയോ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതാണ്. ഡെയിലി ഷാമ്പു നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയെ കൂടുതലായിട്ട് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഓരോ മുടിക്കും യോജിച്ച രീതിയിലുള്ള ഷാമ്പു എടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഷാമ്പു വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചറിന് അനുസരിച്ചിട്ട് വേണം വാങ്ങാനായിട്ട്.
ചിലവരുടെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും, എന്നാൽ ചിലരുടെ ഡ്രൈ ആയിരിക്കും. ചിലവരുടെ ഒരു കോമ്പിനേഷൻ പകുതി ഓയിലിയും അതേപോലെ തന്നെ പകുതി ഭാഗം ഡ്രൈ ആയിട്ടുള്ളതായിരിക്കും. അതിനനുസരിച്ചുള്ള ഷാമ്പു ഉപയോഗിക്കാം. ഇനി നിങ്ങൾ എപ്പോൾ ഷാമ്പു ഉപയോഗിക്കുമ്പോഴും നല്ലൊരു കണ്ടീഷണറും കൂടി അതിന്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി എന്തായാലും ഡ്രൈ ആവും. അപ്പൊ ആ ഒരു ഡ്രൈനെസ് മാറ്റാനായിട്ട് നല്ലൊരു കണ്ടീഷണറും കൂടി നിങ്ങൾ ഉപയോഗിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് കെമിക്കൽ കണ്ടീഷണർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ ഉണ്ട്. അലോവേര അതേപോലെ തന്നെ വൈറ്റമിൻ ഇയും കൂടിയിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ആയാലും മതി. നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആണെങ്കിൽ നമുക്ക് അതും നല്ലൊരു കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ 10 ഹെയർ ഗ്രോ ടിപ്സും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഒരു മാസമെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനി ഇതൊക്കെ ചെയ്തിട്ടും പാക്ക് ഇട്ടു, അതേപോലെ തന്നെ ഓയിൽ തേച്ചു, നിങ്ങൾ ഫുഡ് കഴിച്ചു, ഇനി അതല്ല വെള്ളം കുടിച്ചു, ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മുടി വളരുന്നില്ല, അതല്ല മുടി കൊഴിച്ചിൽ മാറുന്നില്ല, മുടിക്ക് നീളം വെക്കുന്നില്ല പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണുക കേട്ടോ. ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഹീമോഗ്ലോബിന്റെ കുറവ്, അതേപോലെ തന്നെ വൈറ്റമിൻ ഡി അതിന്റെ അളവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇപ്പൊ നമുക്ക് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അറിയാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്.